ഭൂമിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവന്റെ അംശമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള അന്വേഷണം ഗവേഷകർ ആരംഭിച്ചിട്ട് വളരെ കാലമായി. സൗരയൂഥത്തിലെ പല ഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റിയും അത്തരം അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ ചൊവ്വയിൽ നടത്തിയ പഠനങ്ങളിൽ അത്തരം പ്രതീക്ഷകൾക്ക് സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. 2021 മുതൽ 22 വരെ ചൊവ്വയിൽ സജീവമായിരുന്ന ചൈനയുടെ ഷൂറോങ് റോവറാണ് അത്തരം കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഷൂറോങ് റോവറിൽ നിന്ന് ലഭിച്ച തെളിവുകൾ വിശകലനം ചെയ്തുകൊണ്ട് ശാസ്ത്രജ്ഞർ ഒരു പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. ആൻഷ്യന്റ് ഓഷൻ കോസ്റ്റൽ ഡെപ്പോസിറ്റ് ഇമേജ് ഓൺ മാർസ് എന്ന പേരിലാണ് ഈ പുതിയ പ്രബന്ധം ശാസ്ത്രജ്ഞർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചൊവ്വയിൽ ഒരു പുരാതന സമുദ്രം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിൽ റഡാർ നൽകിയ ചിത്രങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടുള്ളതാണ് പഠനം. ചൊവ്വയിൽ ഒരു പുരാതന സമുദ്രം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചധികമായി. ജീവൻ ആദ്യം ഉടലെടുക്കുന്നത് സമുദ്രങ്ങളിലാകാമെന്ന പഠനങ്ങൾ ഉള്ളപ്പോൾ ചൊവ്വയിൽ ഒരു സമുദ്രം ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തൽ ചൊവ്വയിലെ ജീവന്റെ തുടുപ്പുകളിലേക്കുള്ള അന്വേഷണം കൂടിയാണ്. അത്തരമൊരു പ്രതീക്ഷയിലേക്ക് എത്തണമെങ്കിൽ അതിനാദ്യം ചൊവ്വയിൽ ഒരു സമുദ്രം ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി പറയാനാകണം. എന്നാൽ ഇപ്പോൾ ചൊവ്വയിൽ ഒരു സമുദ്രം ഉണ്ടായിരുന്നു എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുന്ന തെളിവുകൾ കണ്ടെത്തിയിരിക്കുകയാണ് 2020 ചൈനീസ് നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ വിക്ഷേപിച്ച ഷൂറോങ് റോവർ. 3.5 ബില്യൺ വർഷങ്ങൾ വരെ പഴക്കമുള്ള കടൽ തീരങ്ങളാണ് ഷൂറോങ് റോവർ ചൊവ്വയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2021 മുതൽ 22 വരെ ചൊവ്വയിൽ സജീവമായിരുന്നു ചൈനയുടെ ഈ ഷൂറോങ് റോവർ. അതിൽ നിന്നുള്ള ഇമേജിംഗ് ഡേറ്റ ശാസ്ത്രജ്ഞർ വിശകലനം ചെയ്യുകയും അവയുടെ കണ്ടെത്തലുകൾ ഫെബ്രുവരി 24 നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിംഗ്സിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഷൂറോങ് റോവറിൽ നിന്നും ലഭിച്ചിട്ടുള്ള റഡാർ ചിത്രങ്ങളിൽ നിന്നും ഭൂമിയിലെ കടലിനോട് സാമ്യമുള്ള നിരവധി തെളിവുകളടങ്ങിയ ചിത്രങ്ങൾ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിട്ടുണ്ട്. മണലിന് സമാനമായ ഗുണങ്ങളുള്ള ചൊവ്വയിലെ ചിത്രങ്ങളാണ് ശാസ്ത്രജ്ഞർ വിശകലനം ചെയ്യുന്നത്. കടലും കരയുമായി ചേരുന്ന വെള്ളത്തിന് തൊട്ടുതാഴെ ഭൂമിയിലെ കടൽ തീരങ്ങളുടേതിന് സമാനമായ കോണിലും ഒരേ ദിശയിലും ചരിഞ്ഞതുമായ വസ്തുക്കളുടെ 33 മുതൽ 115 അടി വരെ കട്ടിയുള്ള പാളികളും ഷൂറോങ് റോവർ കണ്ടെത്തിയിട്ടുണ്ട്. ചൊവ്വയിൽ ഇത് സഞ്ചരിച്ച പാതയിലെ ഏകദേശം 3/4 കിലോമീറ്ററോളം വരുന്ന ഭാഗം ശാസ്ത്രജ്ഞർ അടയാളപ്പെടുത്തി പഠനം നടത്തി വരികയാണ്. ഇതിന്റെ എല്ലാ പഠനഫലമായിട്ടാണ് ആൻഷ്യന്റ് ഓഷൻ കോസ്റ്റൽ ഡെപ്പോസിറ്റ് ഇമേജ് ഓൺ മാർസ് എന്ന ഈ പുതിയ പ്രബന്ധം ശാസ്ത്രജ്ഞർ പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു കാലത്ത് വലിയ അളവിലുള്ള ജലം ചൊവ്വയുടെ ഉപരിതലത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവിധ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രബന്ധത്തിൽ പറയുന്നത്. എന്നാൽ പിന്നീട് ഈ ജലത്തിന് എന്ത് സംഭവിച്ചെന്നോ ആ ജലത്തിന്റെ സ്വഭാവം എന്തായിരുന്നെന്നൊന്നും കൃത്യമായ ഉത്തരത്തിലെത്താൻ ശാസ്ത്രജ്ഞർക്കാകുന്നില്ല. പലതിന്റെയും അടിസ്ഥാനത്തിലുള്ള സാധ്യതകൾ മാത്രമേ ശാസ്ത്രജ്ഞർക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ചൊവ്വയെ സംബന്ധിച്ചുള്ള നിരവധി കണ്ടെത്തലുകൾ പ്രബന്ധം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു കാലത്ത് ചൊവ്വയെ 2 തരത്തിൽ ചൂടും ഈർപ്പവും കലർന്ന ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നെന്നാണ് പ്രബന്ധം പറയുന്നത്. ചൊവ്വയിൽ നിന്നും ഒരു വലിയ ജലാശയത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് തെളിയിക്കുന്ന നിരവധി റഡാർ ദൃശ്യങ്ങൾ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിട്ടുണ്ട്. ഷൂറോങ് റോവർ ശേഖരിച്ച റഡാർ ഡേറ്റയിലൂടെ തെക്കൻ ഉട്ടോപ്പിയ പ്ലാനറ്ററിയുടെ ഉപരിതലത്തിൽ വ്യാപകമായി പാറയുടെ അവശിഷ്ടപ്പാളികൾ ഒരു വലിയ നിക്ഷേപം തന്നെ നടത്തിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ നിക്ഷേപങ്ങൾക്ക് ഭൂമിയുടെ തീരദേശ അവശിഷ്ടങ്ങളുടേതിന് സമാനമായ ഘടനകളാണുള്ളത്. ഈ കണ്ടെത്തലുകളെല്ലാം തന്നെ ചൊവ്വയുടെ വടക്കൻ സമതലങ്ങളിൽ ഒരു പഴയ സമുദ്രം ഉണ്ടായിരുന്നുവെന്ന അനുമാനത്തെ പിന്തുണയ്ക്കുന്നതാണ്. ഭൂമിയിൽ ജീവൻ ഉടലെടുത്തതിന് സമാനമായ സാഹചര്യങ്ങളാണ് ചൊവ്വയിലുമുള്ളത്. ചൊവ്വയിൽ ഉണ്ടായിരുന്ന സമുദ്രം 1 ബില്യൺ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇല്ലാതായിരുന്നിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഒരുപക്ഷെ അന്ന് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതിന്റെ ഫലമായാകാം ആ സമുദ്രം അപ്രത്യക്ഷമായത്. ആ മാറ്റങ്ങളിൽ ജലത്തിന്റെ ഒരു വലിയ ഭാഗം ബഹിരാകാശത്തേക്ക് പോയി കാണുമെന്നാണ് ശാസ്ത്രജ്ഞർ ഊഹിക്കുന്നത്. അതല്ലെങ്കിൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കാമെന്ന സാധ്യതയും ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം റോബോട്ടിക് ലാൻഡർ ഇൻസൈറ്റ് വഴി ലഭിച്ച ഡേറ്റയെ അടിസ്ഥാനമാക്കി മറ്റൊരു പഠനം പ്രസിദ്ധീകരിച്ചിരുന്നു. ചൊവ്വയുടെ ഉപരിതലത്തിനരികിൽ പൊട്ടിയ അഗ്നിപാറകൾക്കുള്ളിൽ ജലത്തിന്റെ ഒരു വലിയ സംഭരണി ഉണ്ടായിരിക്കാമെന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. പതിറ്റാണ്ടുകളായി തന്നെ ചൊവ്വയുടെ ഉപരിതല സവിശേഷതകൾ ഒരു തീരദേശ പ്രദേശത്തോട് സാമ്യമുള്ളതാണെന്നാണ് ഗവേഷകർ പറയുന്നത്. അത് തെളിയിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും അവർ പങ്കുവച്ചിട്ടുമുണ്ട്.
വിവിധ ചൊവ്വ പര്യവേക്ഷണ പഠനങ്ങൾ നേരത്തെ തന്നെ ചൊവ്വയുടെ ഉപരിതലത്തിൽ വെള്ളമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ചൊവ്വയിൽ മറഞ്ഞിരിക്കുന്ന തായ്വരകളും പാറകളും അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് ചൊവ്വയിലൂടെ ജലം ഒഴുകിയിരുന്നു എന്നതിനുള്ള സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നതാണ്. എന്നാൽ അതിലേക്കൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ധാരാളം തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ചൊവ്വയിൽ ഒരു സമുദ്രം ഉണ്ടായിരുന്നെന്ന് തെളിയിക്കുന്നതിനും അതിലൂടെ ചൊവ്വയിലെ ജീവന്റെ തുടുപ്പുകളിലേക്ക് അന്വേഷണം നടത്തുന്നതിനും ഷൂറോങ് റോവർ നൽകിയ നിലവിലെ തെളിവുകൾ നിർണായകമാകുമെന്ന് വേണം അനുമാനിക്കാൻ.